ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ സെറ്റപ്പ് ഒന്ന് മാറ്റി തൽക്കാലം. മറ്റേത് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നടക്കുന്നതാണ്. സോ ഓക്കെ, തൽക്കാലം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. റീഡിങ് ഇടുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക്, ഇന്നത്തെ എനർജി നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത എന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ആൻഡ് ഓക്കെ, Ace of Wands ആണ്. Two of Pentacles. Okay. ഒരു കാര്യത്തിന്റെ തീരുമാനം എടുക്കുന്നത് പോലെ ഉണ്ട്. ബട്ട് എന്തിനാ അവിടെ 5 of Pentacles വന്നത്? Again, choices. Okay. Past. Yeah. ശരി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു ഓഫർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലും ആവാം. പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ അത് ലൈക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു ഓക്കെ, പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു ഓൾറെഡി എന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവാം. 7 ഇവിടെയുണ്ട്. 7 of Cups ആൻഡ് 7 of Swords ആണ്. സോ ഇല്യൂഷൻസ് എന്ന് വിളിക്കും. ഇല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ചീറ്റിംഗ് എനർജി എന്ന് പറയുന്നില്ല, അതിനെ ഞാൻ ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു കാര്യം, അതിൽ പക്ഷേ നിങ്ങൾക്ക് അത് നടക്കാതെ പോയി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടി എന്ന് പറയാം. നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച്, നിങ്ങൾ ഒരുപാട് ആശിച്ച ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു കാര്യം, അത് നിങ്ങൾക്ക് വേദന തന്നിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ അതേ കാര്യത്തിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കാം. ഓക്കെ, ആ പാസ്റ്റിൽ നിങ്ങളെ എന്താണോ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ, ഒരു വർക്ക് പ്ലേസിലാവാം, ഫാമിലിയിലാവാം, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ, നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണെങ്കിൽ അവർ, ആരും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചൊരു പുതിയൊരു ഓഫറുമായിട്ട് ഒരു വന്ന പോലെ ഉണ്ട് എനിക്ക്. അത് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. ഓക്കെ, എന്ത് കാര്യത്തിലും ആവാം. ഈവൻ ജോലിയിൽ, ബിസിനസ്സിൽ, എന്തൊരു കാര്യത്തിലായാലും ശരി, ഒരു ഐഡിയ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു കാര്യം, അത് നിങ്ങൾക്ക് നടക്കാതെ പോയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അതൊരു വേദനയായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരാൻ ശ്രമിക്കുന്ന പോലെയാണ്. വീണ്ടും കയറി വന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് വീണ്ടും ഞാൻ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, ഇതൊരു ശരിക്കും ഇത്തവണ നല്ലതാണോ, ഇത്തവണ ഇത് കറക്റ്റായിട്ടാണോ നിൽക്കുന്നത്, അതോ ഇത് വീണ്ടും എന്നെ പഴയ പോലെ എനിക്ക് ആ വേദന കിട്ടുമോ, ഞാൻ ചതിക്കപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പുറത്താക്കപ്പെട്ട പോലെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, തനിച്ചാക്കപ്പെട്ട പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പണം ലോസ് വന്ന് കാണാം. കുറച്ച് പേർക്ക് പണത്തിൻ്റെ ആയിരിക്കാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് വരെ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത് കാണാം. സോ ഐ തിങ്ക് ഇവിടെ ഒരു പാസ്റ്റിന്റെ തിരിച്ചു വരവാണ് എനിക്ക് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ആ കാര്യം നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. ഓക്കെ, അത് നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ചു, നഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 5, 5, 7, 7 നമ്പേഴ്സൊക്കെ റിപ്പീറ്റ് ആണ് ഇവിടെ. ഓക്കെ, സോ 5ഉം 7ഉം നിങ്ങൾക്ക് എവിടെയെങ്കിലും റെസനേറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഈ കാര്യവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും 5ഉം 7ഉം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടാവാം. സോ ഇവിടെ എനിക്ക് കാണുന്നത് പക്ഷെ അതിൻ്റെ ഒരു തിരിച്ചു വരവാണ് കാണുന്നത്. ഓക്കെ, വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നിങ്ങളെ ചതിച്ചു പോയ ആൾക്കാരായിരിക്കാം. ബിസിനസ് ആണെങ്കിലും ശരി, ഓക്കെ, മേ ബി ആ ബിസിനസ് തന്നെ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പോലെ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ അവർ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യുനോ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം വീണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ബട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇനി നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്.
ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. നിങ്ങളിവിടെ ഡിസിഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കണം. ദാറ്റ് ആ പാസ്റ്റിലെ പോലെ എനിക്ക് ബട്ട് ഐ തിങ്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത എന്താ അറിയോ, എല്ലാം ഇതുണ്ടോ, എല്ലാം റിപ്പീറ്റ് ആണ്. 2 റിപ്പീറ്റ് ആണ്, 5 റിപ്പീറ്റ് ആണ്, 7 റിപ്പീറ്റ് ആണ്. പേജ് ഇവിടെ ഉണ്ട്, തുടക്കം വീണ്ടും. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ഓഫറുമായിട്ട് ആരോ വന്നിട്ടുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് ആണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. യെസ്, സോൾമേറ്റ്, ക്വീൻ ഓഫ് കപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം, ഒരു വ്യക്തി തിരിച്ചു വന്നതായിരിക്കാം, ഒരു പാർട്ട്ണർ ആയിരിക്കാം, ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഈവൻ ഒരു ഫ്രണ്ടും ആവാം. ഓക്കെ, ഫ്രണ്ട് ആയാലും ശരി, നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു ഫ്രണ്ട് ആയിരിക്കാം. അവര് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. എല്ലാം റിപ്പീറ്റ് ആണ് ഇവിടെ, എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ആണ്. സോ ശരിക്കും ആ സൈക്കിൾ റിപ്പീറ്റ് ആവുകയാണ്. അതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ റിപ്പീറ്റ് ആവുകയാണ് ഇപ്പോൾ. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഇനി തീരുമാനം എടുക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഈ സിറ്റുവേഷൻ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണോ, ഇതിന് ഞാൻ വീണ്ടും ഒരു അവസരം കൊടുക്കണോ എന്ന് നിങ്ങൾ വേണം ആലോചിച്ചിന് തീരുമാനം എടുക്കാൻ. യൂണിവേഴ്സ് നിങ്ങളെ ഐ തിങ്ക് പരീക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാൻ തോന്നുന്നുണ്ട്. ഇതെല്ലാം റിപ്പീറ്റ് തോന്നുന്നത് ലൈക്ക് വളരെ ലൈക്ക് ശരിക്കും എല്ലാം റിപ്പീറ്റ് ആണ്. ഈച്ച് കാർഡ് ഇസ് റിപ്പീറ്റിംഗ്, ഓരോന്നും റിപ്പീറ്റിംഗ് ആണ് ഇവിടെ. ഇതും ആക്ച്വലി ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് ഇവിടെ തന്നെ ഉണ്ട്, കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ക്ലാരിഫിക്കേഷൻ എടുക്കാൻ നിന്നായിരുന്നു, ബട്ട് ഇവിടെ വന്നു. ഓക്കെ, ഇതുവരെ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു നിന്നുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ കാര്യത്തിനും നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടായിരുന്നു നിങ്ങൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വീൻ എന്ന് പറയുമ്പോൾ ലേഡീസ് മാത്രമല്ല, ജെൻസ് ആയാലും ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ആയിരുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ആയിരുന്നു ഇത്രയും കാലം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് ഓൾറെഡി. ക്വീൻ ഓഫ് സോർട്സ് എനർജിയിൽ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു തവണ ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു അവസരം കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ആ അവസരം നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഫ്രണ്ട് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, പാർട്ട്ണർ ആയാലും ശരി, ബിസിനസ് പാർട്ട്ണർ ആയാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ ഇനി ഒരാൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഒരാളാവാം, ഒരു സിറ്റുവേഷൻ ആവാം, ഒരു ജോലി ആവാം, കരിയർ എന്തും ആവാട്ടോ. ഓക്കെ, ഏത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ ഇനി വീണ്ടും ഒരു റിസ്ക് എടുത്ത് ഒരു റിലേഷൻഷിപ്പിലോ എവിടെയായാലും ഓക്കെ, ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ പേഴ്സൺ പക്ഷെ വരുന്നത് പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. പേജ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഓഫറുമായിട്ടാണ് വരുന്നത്. റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും ഒരു തുടക്കത്തിന്റെ എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടായിരുന്നു കാര്യങ്ങൾ ഡീൽ ചെയ്തത്. ഓക്കെ, ബട്ട് ഇനി നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വരണം എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് വേണം എടുക്കാൻ. ഇനി നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ നിങ്ങൾ ഒരവസരം നിങ്ങളായിട്ട് കൊടുക്കരുത്. അതാണ് കാര്യം. ഓക്കെ, റിസ്ക് എടുക്കാം. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിന് അവസരം എനിക്ക് കാണുന്നുണ്ട്, നല്ലതാണ് എന്നും കാണുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആവാം, എന്തുമാവാം. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഐ തിങ്ക് സക്സസും വരും. ബട്ട് ഇവിടെ ഒരു റിസ്ക് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇത് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ അവസരം കൊടുക്കണോ, വീണ്ടും നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം, വീണ്ടും നിങ്ങൾ അതിൽ എത്രത്തോളം സമയം കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങളെ തന്നെ ഇനി വേദനിപ്പിക്കാൻ ഒരവസരം ഉണ്ടാക്കരുത്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം ഐ തിങ്ക് ആ ക്വീൻ ഓഫ് കപ്സ് എനർജിയിലായിരുന്നു. ഇനി ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കും അല്ലേ. സോ ഓൾറെഡി നിങ്ങൾ മാറിയിട്ടുണ്ടാവാം. ബട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ടെസ്റ്റാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. നിങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് വിട്ടുകളയാനല്ല പറയുന്നത്. ഈ ഒരു അവസരം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ബട്ട് കൊടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. നിങ്ങൾ അതിൽ എത്രത്തോളം അങ്ങോട്ട് പഴയ പോലെ നിങ്ങളാവരുത്. അതാണ് കാര്യം. ഓക്കെ, സോ ഇവിടെ ഒരവസരം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. 2 ഓഫ് ഫോൺസ് ഇവിടെ 2 ഓഫ് ഫോൺസ് ആണ്. സോ ഇതും തീരുമാനം എടുക്കലാണ്. ഓക്കെ, ഇനി ഡിസിഷൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഡിസിഷൻ ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ. പേജ് ഓഫ് ഫോൺസ് കഴിഞ്ഞിട്ട് 2 ഓഫ് ഫോൺസ് ആണ് എല്ലാം. ലൈക്ക് ഇത് ഇവിടെ അഗെയിൻ എല്ലാം 1 2 സോ പഴയ പോലെ പക്ഷെ നഷ്ടങ്ങളും പഴയ പോലെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാനും അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാം. ഓക്കെ, അവസരം കൊടുക്കാം, ബട്ട് ഡോണ്ട് ബി പഴയ പോലെ നിങ്ങൾ ആവാതിരിക്കുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഇത് ശരിക്കും നിങ്ങൾക്കൊരു ടെസ്റ്റാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. എല്ലാം ഇത്രയും റിപ്പീറ്റ് ആയിട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു നിങ്ങളുടെ മുമ്പിൽ ശരിക്കും യൂണിവേഴ്സ് ഒരു ടെസ്റ്റ് കൊണ്ടുവന്ന് വെക്കുകയാണ്. നിങ്ങളിപ്പോൾ പഴയ പോലെ നിങ്ങളാണോ, നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ്. ഓക്കെ, ലെറ്റ്സ് സീ. എനിക്ക് പറയുമ്പോൾ എനിവേ, കറേജ്, വാവ്, ഓസം. ക്വീൻ ഓഫ് സോർട്സ് എനർജി അല്ലേ. എനർജറ്റിക് മൂവ്മെന്റ്, ഇന്നർ നോയിങ്, യെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാം. കപ്പാസിറ്റി ടു ലവ്, യെസ്.
പേഴ്സണൽ ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യം കറേജിയസ് ആയിട്ട് നിൽക്കുക നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ലെസൺസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. ഓക്കെ, ഇനി നിങ്ങളെ എന്താ പറയുക, ആരും നിങ്ങളെ ഒരു വീക്കായിട്ട് ഇനി കാണരുത്. ഓക്കെ, ആ ധൈര്യത്തോടെ നിങ്ങൾ നിൽക്കുക. നിങ്ങൾക്ക് എന്തും നേരിടാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ പേടിക്കും വേണ്ട. ഇതിന് അവസരം കൊടുക്കാനും നിങ്ങൾ പേടിക്കേണ്ട. ഒരു അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, ബട്ട് അവിടെ നിങ്ങളുടെ കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞു, നിങ്ങൾ ചേഞ്ച് ആയിക്കഴിഞ്ഞു. ആക്ച്വലി ഇവിടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചേഞ്ച് ആയിക്കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് ഇവിടെ കപ്പാസിറ്റി ടു ലവ്, ഇത് നമ്മുടെ ക്വീൻ ഓഫ് കപ്സ് എനർജി ആയിട്ട് എടുക്കാം, ഇത് നമ്മുടെ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിൽ എടുക്കാം. സോ നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആയിക്കഴിഞ്ഞു. നിങ്ങളിപ്പോൾ പഴയ പോലെ അല്ല, പഴയ പോലെ ഒരു ഇമോഷണൽ ഫൂൾ അല്ല നിങ്ങൾ. ഓക്കെ, നിങ്ങൾ വളരെയധികം ആ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ നിൽക്കാം. നിങ്ങൾ ഇതിനൊരു വീണ്ടും ഒരു അവസരം കൊടുക്കാം. ഓക്കെ, ബട്ട് ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ വിസ്ഡം നിങ്ങൾ കേൾക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോടെല്ലാം പറഞ്ഞു തരും. അത് വിശ്വസിക്കുക നിങ്ങൾ. ഓക്കെ, കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിനൊരു അവസരം കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് കൊടുക്കുമ്പോൾ, അങ്ങനെ ഒരു അവസരം വീണ്ടും കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളെ പക്ഷെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, വീണ്ടും പഴയ പോലെ ഹേർട്ട് ആവാതെ ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കുക, ഒരു ബാലൻസ് വെക്കാൻ പഠിക്കുക. ഓക്കെ, ഇമോഷണൽ വേണ്ടവിടെ നമ്മൾ സ്നേഹം കൊടുക്കും വേണം. നിങ്ങൾക്ക് കപ്പാസിറ്റി ടു ലവ് ഉണ്ട്, അത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ഒരിക്കലും. ഓക്കെ, അത് നിങ്ങളുടെ നേച്ചറാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ, നിങ്ങൾ ആരായാലും ശരി. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വ്യക്തികളാണ്. സോ ഒരിക്കലും നിങ്ങൾക്ക് ആ ക്വീൻ ഓഫ് സോർട്സ് എനർജിയിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വേണ്ടവിടെ നമുക്ക് അതുകൂടി ചെയ്യാൻ സാധിക്കണം എന്നാണ്. വേണ്ടവിടെ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കൂടി പഠിക്കണം. ആ മാറ്റമാണ് നിങ്ങളിൽ വരേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് സ്നേഹിക്കാം, വിരോധമില്ല, പക്ഷെ അവിടെ ഒരു ഫൂൾ ആവാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. ഓക്കെ, സോ ഇനി ഒരിക്കൽ നിങ്ങളൊരു അവസരം കൊടുക്കുമ്പോൾ, ഒരു പേഴ്സണിന് അവസരം കൊടുക്കുന്നു, റിലേഷൻഷിപ്പിന് അവസരം കൊടുക്കുന്നു, ഒരു പാർട്ട്ണറിന് അവസരം കൊടുക്കുന്നു, ഫ്രണ്ടിന് അവസരം കൊടുക്കുന്നു. ഓക്കെ, ബട്ട് ഓൾറെഡി ഒരിക്കൽ ചീറ്റ് ചെയ്യപ്പെട്ടത് നിങ്ങൾ ഓർക്കണം എന്നാണ് പറയുന്നത്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു പൊടിക്ക് നമ്മൾ പറയില്ലേ എല്ലാത്തിലും. ബട്ട് എന്താ പറയുക, അവർ പറയുന്നതൊക്കെ അങ്ങനെ ഉപ്പ് തൊടാതെ വിഴുങ്ങുന്ന തരത്തിലൊന്നും ചെയ്യാതിരിക്കുക. ഒരല്പം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം എപ്പോഴും. ഓക്കെ, ഇനി ഒരിക്കൽ അവർ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അവിടെ നിങ്ങളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളാണ് അത് അവിടെ നിർത്തേണ്ടത്. ഓക്കെ, ഇതെനിക്ക് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. എൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, അത് നമ്മളാരെയും ചെയ്യുന്നല്ല, പക്ഷെ നമ്മൾ അവനവനെ വേദനിപ്പിക്കാൻ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാനാണ് പറയുന്നത്. ആൻഡ് നിങ്ങളോട് സ്ട്രോങ് ആവാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ധൈര്യം യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളുടെ വിസ്റ്റം നിങ്ങൾക്ക് ശരിക്കും പലതും മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ആ മനസ്സിലാവുന്നത് ശരിക്കും അത് കറക്റ്റായിട്ട് ഇനി യൂസ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക. ആദ്യത്തെ കാര്യം നിങ്ങളുടെ മനസ്സ് പറയും, നിങ്ങളുടെ ശരിക്കും നിങ്ങളോട് ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കാൻ പഠിക്കുക. ഇവിടെ എനർജറ്റിക് മൂവ്മെന്റ് ഉണ്ട്. ഇത് പറയുന്നത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഏർപ്പെടാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് എന്താണെന്ന് വെച്ചാൽ ഈ എനർജറ്റിക് മൂവ്മെന്റ് വരുമ്പോണ്ടല്ലോ ശരിക്കും നമ്മൾ കുറെ കൂടി സ്ട്രോങ്ങർ ആവും ആക്ച്വലി. ഓക്കെ, ഒരു തരത്തിൽ ബോൾഡ് ആവും, കറേജ് വരും എന്നൊക്കെയാണ്. സോ ഡാൻസോ ഈവൻ എക്സസൈസോ ജിമ്മോ എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യുക ലൈഫിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു അഡ്വൈസ് ഇവിടെ വന്നിട്ടുള്ളൂ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അത് നിങ്ങളെ സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഡു ദാറ്റ്. ഓക്കെ, എന്തായാലും ഇതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. ഓക്കെ, എന്തായാലും അങ്ങനെ വല്ലതും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഓക്കെ, അവസരം കൊടുക്കാം, ബട്ട് ബി കെയർഫുൾ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.